നമസ്കാരം. തിരുവനന്തപുരം നഗരത്തെ ആദ്യ മഴ തന്നെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. മഴ പെയ്തത് മണിക്കൂറുകൾ മാത്രം. പക്ഷേ നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. കടകൾക്കുള്ളിലേക്ക് മലിനജലം കയറി. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. റോഡുകൾ ചെളിക്കുളങ്ങളായി മാറി. ഇതെല്ലാം പ്രകൃതിയുടെ കോപമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം വർഷം തോറും മഴക്കാലം വരുമെന്നറിയാവുന്ന ഒരു നഗരത്തിൽ മുൻകരുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും ഫലപ്രദമായി നടത്താൻ കഴിയാത്തത് ഭരണപരമായ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളി. ഒറ്റമഴയിൽ പഴവങ്ങാടി ഭാഗത്തെ കച്ചവടക്കാർക്ക് ലക്ഷങ്ങളാണ് നഷ്ടമായത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി പഴവങ്ങാടി ഇരുമ്പ് പാലത്തിന് സമീപം പൊളിച്ചിരുന്നു. എന്നാൽ ഈ സംരക്ഷണ ഭിത്തി തിരിച്ചു കെട്ടിയില്ല. ഇതോടെ ഒറ്റമഴയിൽ തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലെ മലിനജലം കടകളിലേക്ക് ഇരച്ചുകയറി. തുണിക്കടകളിലേക്കും ഹോട്ടലുകളിലേക്കും ഇരച്ചുകയറിയ വെള്ളം നോക്കി നിൽക്കാൻ മാത്രമേ കച്ചവടക്കാർക്ക് കഴിഞ്ഞുള്ളൂ. പലർക്കും ഇന്നലെ ഉണ്ടായ ഒറ്റ സംഭവത്തിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. മഴ പെയ്യുമ്പോൾ സംരക്ഷണ ഭിത്തി ഇല്ല എങ്കിൽ വെള്ളം കടകളിലേക്ക് ഇരച്ചു കയറുമെന്ന് കച്ചവടക്കാർ നേരത്തെ കോർപ്പറേഷനെ അറിയിച്ചിരുന്നു. വ്യാപാര വ്യവസായ സമിതിയും കോർപ്പറേഷനെ ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് മേയർ പറയുകയാണ്. കടകളിൽ വെള്ളം കയറിയതോടെ താൽക്കാലികമായി പ്രദേശത്ത് മണൽചാക്ക് അടുക്കി. BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് നേരെ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നഗരഭരണം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? മഴക്കാല ശുചീകരണത്തിന് കോടികൾ ചെലവഴിച്ചുവെന്ന അവകാശവാദങ്ങൾ ഉണ്ടായിട്ടും ആദ്യ മഴയിൽ തന്നെ ഓടകൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്താൽ ആ പ്രവർത്തനങ്ങൾ എവിടെയാണ് നടന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് പഴവങ്ങാടി പോലുള്ള തിരക്കേറിയ വ്യാപാര മേഖലകളിൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് വെറും ഒരു മഴക്കെടുതിയുടെ വാർത്തയായി മാത്രം കാണാനാകില്ല. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം തകർന്ന നിലയിലാണ് എന്നതിന്റെ തെളിവായാണ് പലരും ഇതിനെ കാണുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞുകിടക്കുകയും സമയബന്ധിതമായ ശുചീകരണം നടന്നില്ല എന്ന ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം കൂടുതൽ ചർച്ചയാവുകയാണ്. ഇവിടെ മേയറുടെ നിലപാടും വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നഗരത്തിലെ മാലിന്യ സംസ്കരണം, റോഡുകളുടെ പരിപാലനം, വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ, സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ മന്ദഗതി തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കോർപ്പറേഷനിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഓരോ തവണയും പ്രശ്നങ്ങൾക്ക് കാരണം മറ്റൊരിടത്തേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. അതിൽ BJP മുൻപന്തിയിൽ നിന്നിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അധികാരം പിടിച്ചെടുത്ത BJPക്ക് പ്രതിപക്ഷത്തിരുന്ന് ആരോപിച്ചിരുന്ന കാര്യങ്ങൾ അധികാരം കിട്ടിയപ്പോൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ഇപ്പോഴും മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിശദീകരണങ്ങളല്ല, പരിഹാരങ്ങളാണ്. അതിന് ഏത് സർക്കാർ ഭരിച്ചാലും. തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന നഗരത്തിൽ ഓരോ മഴക്കാലവും ദുരന്തമായി മാറുന്നത് പുതിയ കാര്യമല്ല. എന്നാൽ സാങ്കേതിക വിദ്യയും പദ്ധതികളും ഫണ്ടുകളും ഉണ്ടായിട്ടും അവസ്ഥ മാറാത്തത് ഭരണത്തിലെ വീഴ്ചകളെ കുറിച്ചുള്ള സംശയങ്ങൾ ശക്തമാക്കുകയാണ്. നഗരത്തിന്റെ വികസനത്തെ കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ വികസനവാദങ്ങൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. BJP നേതൃത്വം നഗരഭരണത്തെ മാതൃകാ ഭരണം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മഴയുടെ ആദ്യ തുള്ളികൾ നഗരത്തിന്റെ മണ്ണിൽ വീണപ്പോൾ അതിനൊപ്പം കോർപ്പറേഷന്റെ വാഗ്ദാനങ്ങളുടെയും മുഖം കുത്തിയൊലിച്ചു പോയതുപോലെയാണ്. വെള്ളക്കെട്ടിൽ മുങ്ങിയത് വെറും റോഡുകൾ മാത്രമല്ല, ജനങ്ങൾ ഭരണത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. ഓരോ വർഷവും ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആരാണ്? കാരണം മഴയെ കുറ്റപ്പെടുത്തുക എളുപ്പമാണ്. പക്ഷെ മഴക്കാലം വരുമെന്ന് അറിഞ്ഞിട്ടും നഗരം തയ്യാറാക്കാൻ കഴിയാത്ത ഭരണത്തെ ജനങ്ങൾ എത്ര കാലം കൂടി ക്ഷമിക്കുമെന്നതാണ് യഥാർത്ഥ ചോദ്യം. തിരുവനന്തപുരം ഇപ്പോൾ നേരിടുന്നത് ഒരു മഴക്കെടുതി മാത്രമല്ല, നഗരഭരണത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ BJP ഭരിക്കുന്ന കോർപ്പറേഷൻ വീണ്ടും പാളിയുന്ന വിമർശനമാണ് മഴവെള്ളത്തോടൊപ്പം നഗരമൊട്ടാകെ ഒഴുകുന്നത്.